ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളമാണ് കേട്ടോ. മലയാളത്തിലെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചെടിക്ക് മുദ്ദ് കൊണ്ടത് എന്നുള്ള ഭാഗത്തിലുള്ള ഒരു ചെറിയ പാഠഭാഗമാണ് ചെടി നമ്മോട് പറയുന്നത്. ആ പാഠവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. മലയാളത്തിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ക്ലാസ്സിലേക്ക് നടക്കാം. നമുക്ക് ആദ്യം നോക്കിക്കേ, ചെടി നമ്മോട് പറയുന്നത്. നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതും താഴെ കൊടുത്തിരിക്കുന്നു. അത് വായിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പാഠഭാഗം വരുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഗോത്രവിഭാഗത്തിൽ പെട്ട മക്കൾ എഴുതിയ ഭാഗം വായിക്കാം. ഗുസ് കൈ നീട്ടത് ചെടി സങ്കടബന്ത് എയ്തത്. ജേനു കുന്നി വരുതല് നാന് എന്തേള് കേളും. ബണ്ട് വരുതല് നാന് എന്തേള് കേളും. പക്കി വരുതല് നാന് എന്തേള് കേളും. ഗൂസ് ചെടിക്ക് ഒന്ന് മുദ്ദ് കൊണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ ഭാഷയിൽ എന്താണ്? കുട്ടി കൈ നീട്ടി, ചെടി സങ്കടപ്പെട്ടു. എന്തേ? തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ശലഭം വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും? കുരുവി വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും? കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു. നമുക്കിത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് നോക്കാം. ഗുസ് കൈ നീട്ടത് എന്ന് വെച്ചാൽ കുട്ടി കൈ നീട്ടി. ചെടി സങ്കടബന്ത്, ചെടി സങ്കടപ്പെട്ടു. എന്തത്? എന്തേ? ചെടി ചോദിക്കുകയാണ് എന്തേ. കുട്ടി ചോദിക്കുകയാണ് കേട്ടോ എന്തേന്ന്. ജേനു കുന്നി വരുതല്, തേനീച്ച വരുമ്പോൾ ഞാൻ എന്തേള് കേളും, ഞാൻ എന്ത് പറയും. ബണ്ട് വരുതല്, ശലഭം വരുമ്പോൾ ഞാൻ എന്തേള് കേളും, ഞാൻ എന്തു പറയും. പക്കി വരുതല്, കുരുവി വരുമ്പോൾ ഞാൻ എന്തേള് കേളും, ഞാൻ എന്തു പറയും. ഗൂസ് ചെടിക്ക്, കുട്ടി ചെടിക്ക് ഒന്ന് മുദ്ദ് കൊണ്ടത്, ഒരു മുത്തം കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഈ പാഠഭാഗങ്ങളിലെ ആദ്യം ചെടിക്ക് മുദ്ദ് കൊണ്ടത് എന്നുള്ള വരിയുടെ അല്ലെങ്കിൽ എന്നുള്ള ആ തലക്കെട്ടിൻ്റെ അർത്ഥം മക്കൾക്ക് മനസ്സിലായോ? ചെടിക്ക് ഒരു മുത്തം കൊടുത്തു അല്ലേ? ചെടിക്ക് ഒരു മുത്തം കൊടുത്തു എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു കുട്ടി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ മിസ്സേ മുദ്ദ് കൊണ്ടത് എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം അതിന് കമൻ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പാഠഭാഗം പഠിക്കാൻ വരുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ഭാഷയല്ല, നിലമ്പൂരിലുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടവരുടെ ഭാഷയാണ് ചെടിക്ക് മുദ്ദ് കൊണ്ടത് എന്ന് വെച്ചാൽ ചെടിക്ക് മുത്തം കൊടുത്തു, ഉമ്മ കൊടുത്തു എന്നാണ് കേട്ടോ അർത്ഥം. ഇനി നമുക്ക് അപ്പോൾ ഈ കവിതയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഒരു കുട്ടി പൂ പറിക്കാനായിട്ട് ചെടിയുടെ അടുത്തേക്ക് കൈനീട്ടി. അപ്പോൾ ചെടി സങ്കടപ്പെട്ട എന്തിനാ? ചെടി കുട്ടിയോട് ചോദിക്കുകയാണ്, നീ പൂവ് പറിച്ചാൽ ശലഭം വരുമ്പോൾ, അതുപോലെ വണ്ട് വരുമ്പോൾ, കുരുവി വരുമ്പോൾ, തേനീച്ച വരുമ്പോൾ ഞാൻ അവരോട് എന്താ പറയുക എന്ന്. അപ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പൂവ് എന്ന് പറയുന്നത് നമുക്ക് പറിക്കാനുള്ളതാണോ? അല്ല, നമുക്ക് പറിച്ച് നശിപ്പിക്കാനുള്ളതല്ല. അതിനവകാശപ്പെട്ടത് ഇവിടെ ഒരുപാട് ജീവികളുണ്ട്. പൂമ്പാറ്റകളുണ്ട്, തേനീച്ചകളുണ്ട്, വണ്ടുകളുണ്ട്, കുരുവികളുണ്ട്. അവർക്കൊക്കെ അതിൽ നിന്ന് തേൻ കുടിക്കണം, അവരുടെ ഭക്ഷണമാണല്ലേ അതിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൂവ് വിരിയുന്നത്, അല്ലാതെ നമുക്ക് പറിച്ച് തലയിൽ ചൂടാനോ നമുക്ക് പറിച്ച് നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. മനസ്സിലായോ മക്കൾക്ക്? അപ്പോൾ അത് ചെടി പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ കുട്ടി എന്താ ചെയ്തത്? കുട്ടി പൂവ് പറിച്ചില്ല, പകരം ചെടിക്കൊരു മുത്തം കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതിലുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. 2 രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്തൂ. സാമ്യം എന്ന് വെച്ചാൽ ഒരുപോലുള്ള വാക്കുകൾ, വ്യത്യാസം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ വാക്കുകൾ. നിലമ്പൂരിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷയും മലയാള ഭാഷയും തമ്മിൽ ഒരുപാട് സാമ്യതകളും വ്യത്യാസങ്ങളും ഉണ്ട്. അവരുടെ ഭാഷ വ്യത്യസ്തമാണെങ്കിലും ചില വാക്കുകൾ മലയാളത്തിലെ വാക്കുകൾക്ക് സമമാണ്. ഗൂസ് എന്നത് കുട്ടി എന്നും നീട്ടത് എന്ന് വെച്ചാൽ നീട്ടി എന്നുമാണ്. പക്ഷേ കൈക്ക് കൈ എന്ന് തന്നെയാണ് പറയുന്നത്. ചെടിയും സങ്കടവും എല്ലാം സാമ്യം തന്നെ. എന്നാൽ സങ്കടബന്ത് എന്നാണ് സങ്കടപ്പെട്ടു എന്നതിന്. എന്തേ എന്ന് ചോദിക്കുന്നത് എയ്തത് എന്നാണ്. തേനീച്ചയ്ക്ക് ചേനു കുന്നി എന്നാണ് പറയുന്നത്. അത് മലയാള ഭാഷയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പറയും ചോദിക്കും എന്നതിനൊക്കെ കേളു എന്നാണ്. ശലഭം വരുമ്പോൾ എന്നതിന് ബണ്ട് വരുതല് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുരുവിക്ക് പക്കി എന്നുമാണ് ഉപയോഗിക്കുന്നത്. കുട്ടി ഒരു മുത്തം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് മുദ്ദ് കൊണ്ടത് എന്നുമാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കം ചില വാക്കുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ വാക്കുകളും മലയാളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ചോദ്യം 2. കുട്ടി കൈ നീട്ടിയത് എന്തിനായിരിക്കും? എന്തിനായിരിക്കും മക്കളെ? കുട്ടി കൈ നീട്ടിയത്
പൂ പറിക്കാനായിരിക്കും. ചോദ്യം 3. ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ? പൂക്കൾ പ്രകൃതിയുടേതാണ്. തേനീച്ചയ്ക്കും ശലഭത്തിനും കുരുവിക്കും അവകാശപ്പെട്ടതാണ്. ചോദ്യം 4. കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണമെന്ത്? കുട്ടിക്ക് പൂക്കൾ ശലഭത്തിനും കുരുവിക്കും തേനീച്ചയ്ക്കും വണ്ടിനും എല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കുട്ടി പൂവേ പറിക്കാതെ അതിന് മുത്തം കൊടുത്തത്. ചോദ്യം 5. ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത്? കവിതയിലെ ചെടിയുടെ വാക്കുകൾ നമുക്ക് പൂക്കൾ പറിക്കാനുള്ളതല്ല, പകരം അത് വണ്ടിനും ശലഭത്തിനും കുരുവിക്കും തേനീച്ചയ്ക്കും എല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. പൂവിനെ ആശ്രയിച്ച് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നു. ചോദ്യം 6. ഈ കവിതയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ. ചെടിയും കുട്ടിയും. നിങ്ങൾക്ക് ഏതെങ്കിലും തലക്കെട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കൊടുക്കാട്ടോ. ചോദ്യം 7. ടീച്ചർ ഒരു ചെറു സിനിമ കാണിച്ചു തന്നല്ലോ. സ്വാതന്ത്ര്യത്തെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി എന്തൊക്കെയാ പറയാൻ കഴിയും? നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ ഒരു ചെറിയ ഷോർട്ട് ഫിലിം കാണിച്ചു തരും. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. അവസാനത്തെ ചോദ്യം. ചിത്രം നോക്കൂ. പൂ പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാവും? എഴുതൂ. അവിടെ 2 പാപ്പാന്മാർ ആനയെ ഉപദ്രവിക്കുന്നതാണല്ലേ കാണുന്നത്. അപ്പൊ ആനയ്ക്ക് എന്തൊക്കെയാ പറയാനുണ്ടായിരിക്കും? അയ്യോ, എന്നെ അടിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഞാൻ കാട്ടിൽ വളരേണ്ടവനാണ്. കാടാണ് എൻ്റെ വീട്. എൻ്റെ കുടുംബം അവിടെയുണ്ട്. നാട്ടിൽ എന്നെ വടികൊണ്ട് തല്ലിയും ഉപദ്രവിച്ചും ഓരോ പണിയും എടുപ്പിക്കാനുള്ളതല്ല ഞാൻ. നിങ്ങളുടെ ജോലി എളുപ്പമാക്കുമ്പോഴും എൻ്റെ വേദന നിങ്ങൾ അറിയാതെ പോവരുതേ. ഇങ്ങനെയെല്ലാം ആന പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗവും കവിതയും അതിൻ്റെ അർത്ഥവും അതുപോലെ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്